ജംഷീദ, നീ പുറത്തെ പാത്തുന്ന പുരയില് പോഞ്ചിയിൽ വെള്ളം കൊണ്ടുവച്ചോ? ഇല്ല, അതിനകത്ത് പഞ്ചായത്ത് പൈപ്പുണ്ടല്ലോ. പോരാത്തതിന് ബക്കറ്റും മഗ്ഗും. തിരിച്ച വെള്ളം വരുമല്ലോ, പിന്നെ എന്തിനാ വേറെ ജഗ്ഗിൽ വെള്ളം? മൊബൈലിൽ റീൽസ് കാണുന്ന ജംഷി ദേഷ്യത്തിൽ പറഞ്ഞു. എൻ്റെ ജംഷിദ, ആ പഞ്ചായത്ത് പൈപ്പിലെ വെള്ളത്തിനെ എങ്ങനെയാ വിശ്വസിക്കുക? എപ്പോഴാ വരാതിരിക്കുന്നതെന്ന് ആർക്കറിയാം? അവളൊന്നും മിണ്ടിയില്ല. ജംഷിദ, ഉള്ളിലെ കുളിക്കുന്ന മുറിയിലെ ഔള് തുറക്കുന്ന കുട്ടുകത്തില് വെള്ളം നിറച്ചു വെച്ചോ? ടാങ്കിൽ നിന്ന് നേരിട്ട് വരുന്ന 2 പൈപ്പും ആവശ്യത്തിന് ബക്കറ്റും അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ചരുവത്തിൽ വെള്ളം പിടിച്ചു വെക്കുന്നത്? എൻ്റെ ജംഷിക്കുട്ടി, ടാങ്കിൽ വെള്ളം എപ്പോഴാ തീരുന്നതെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാ പറഞ്ഞേ. അങ്ങനെയൊന്നും തീരില്ല. തീരുമ്പോഴേക്കും നോക്കി മോട്ടർ ഓൺ ചെയ്താൽ വെള്ളം കയറിയാൽ പോരെ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിയോ? ദേഹമാസകലം വേപ്പിൻ്റെ കുഴമ്പ് പുരട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഒരു ഹീറ്റർ വാങ്ങി വെച്ചാൽ പോരെ? ആരാ തീയും പുകയും കൊണ്ട് പുറത്തടുപ്പിൽ വെള്ളം ചൂടാക്കുന്നതിപ്പോ? ജംഷീദ മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. എനിക്ക് വൈകിട്ടത്തേക്കുള്ള പത്തിരിയും കോയിൻ്റെ കറിയും ഉണ്ടാക്കിയോ? അതിവിടുത്തെ ഉമ്മ ഉണ്ടാക്കും. എന്നാൽ ഈ കുഴമ്പൻ്റെ മേളിൽ പുരട്ടിത്താ. അവൾ തൻ്റെ പട്ടുപോലെയുള്ള കൈ നോക്കി. എനിക്കൊന്നും പറ്റില്ല. അയാളുടെ എല്ലാ ചോദ്യത്തിനും അവളുടെ പ്രതികരണവും പെരുമാറ്റവും അയാൾക്ക് ഇഷ്ടപ്പെടാത്തതായിരുന്നു. അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി. അവൾ യാതൊരു കൂസലുമില്ലാതെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം കയറി. ഇജെന്താ ഞാൻ പറഞ്ഞ കേൾക്കാത്തേ? ബലാലെ, നിന്നെ ഞാനിപ്പോൾ ശരിയാക്കുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ജമാൽ ഉസ്താദ് മൂലയിൽ ചാരി വെച്ചിരുന്ന ഒലക്കയെടുത്ത് ജംഷിദയുടെ തലയ്ക്ക് ഒറ്റ അടി. അല്ലോ, ഉമ്മ എന്നെ കൊന്നേ! ഉസ്താദ് എന്നെ തലക്കടിച്ച് കൊന്നേ! ഉസ്താദിൻ്റെ അടിയേറ്റ് തലയിൽ കൈവച്ച് ജംഷി നിലവിളിച്ചു. പാതിരാത്രിയിൽ മകളുടെ നിലവിളി കേട്ട് അപ്പുറത്തെ റൂമിൽ ഉറങ്ങുകയായിരുന്ന റഷീദും ഭാര്യ ആയിഷയും ബെഡിൽ നിന്നും ചാടി എണീറ്റു. മോളുടെ റൂമിൽ നിന്നും അവളുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്. അവർ വേഗം മകളുടെ റൂമിൻ്റെ വാതിക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. മോളെ ജംഷി, എന്താ എന്തുപറ്റി? കഥ ഉറക്ക്. അവൾ കഥവ് തുറന്ന് പുറത്തു വന്നു. അവൾ ജാള്യതയോടെ തല താഴ്ത്തിയിട്ടുണ്ട്. മോളെ എന്താ എന്തുപറ്റി? എന്തിനാ നിലവിളിച്ചത്? ഉമ്മ ആയിഷ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. നീ വാതിലും ജനലും നേരെ അടച്ചിട്ടിട്ടില്ലേ? ഉപ്പ റഷീദ് അവളുടെ റൂമിനകത്ത് കയറി ചുറ്റും പരിശോധിച്ച് ചോദിച്ചു. എന്താടി സ്വപ്നം കണ്ട് പേടിച്ചോ? ഉമ്മ ചോദിച്ചു. അവൾ മുഖത്ത് ചെറിയ പുഞ്ചിരി വരുത്തി തലയാട്ടി സമ്മതിച്ചു. അത് കേട്ടപ്പോൾ റഷീദിന് സമാധാനമായി. കുറുവാസംഘം ഇറങ്ങിയതിൻ്റെ വാണിംഗ് വാട്സപ്പിൽ ഇന്നലെ വായിച്ചതേ ഉള്ളൂ. രാത്രി അസമയത്ത് മകളുടെ നിലവിളി കേട്ടപ്പോൾ അയാൾ സത്യത്തിൽ ഭയന്നു പോയിരുന്നു. കിടക്കുമ്പോൾ ബിസ്മി ഓതണമെന്ന് 1000 വട്ടം പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഉമ്മ ശാസനയോട് പറഞ്ഞു. എന്തായിരുന്നു സ്വപ്നം? അല്ല ആയിഷ, അനക്ക് ഭ്രാന്ത? കിനാവ് കണ്ട കഥ പറയാൻ പറ്റിയ നേരാണോ അത്? ഓൾ ഉറക്കത്തിൽ വല്ല പാമ്പോ പട്ടിയോ കണ്ട് പേടിച്ചതായിരിക്കും. മോളെ നീ കിടന്നു. ആയിഷു നീ വാ. മനുഷ്യൻ്റെ ഉറക്കം പോയി. അതും പറഞ്ഞ് റഷീദ് അയാളുടെ റൂമിലേക്ക് നടന്നു. അത് കണ്ട് ആയിഷ റൂമിലേക്ക് റഷീദിൻ്റെ പിറകെ നടക്കുമ്പോൾ മോളോട് വിളിച്ചു പറഞ്ഞു. മോളെ വാതിലടച്ച് പ്രാർത്ഥിച്ചു കിടക്ക്. ആയുമ്മ. ജംഷി റൂമിൽ കയറി വാതിലടച്ച് ബെഡിലിരുന്നു. അവൾക്ക് ആ സമയം കരച്ചിലും ചിരിയും വന്നു. ഉള്ളിലാകെ നാണക്കേടുമായി. ധൈര്യത്തിൽ ഉപ്പാൻ്റെ റോൾ മോഡലാണ്. ഉപ്പായി ഒന്നിച്ച് ഓഫീസ് കാര്യങ്ങൾക്ക് പോയാലും റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴായാലും തൻ്റെ ബോൾഡ്നെസ് സ്മാർട്ട്നെസ്സും കണ്ട് ഉപ്പയുടെ ആത്മാഭിമാനം വർദ്ധിക്കുമായിരുന്നു. ആ താനാണ് സ്വപ്നം കണ്ട് നിലവിളിച്ചിട്ട് ആളെ കൂട്ടിയത്. MSc പഠിച്ച പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊല്ലാൻ വന്നാൽ ആരാണ് ഒച്ചയുണ്ടാക്കാതിരിക്കുക? രാവിലെ തന്നെ പെണ്ണു കാണാൻ വന്ന ഉസ്താദ് രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കോമഡി സ്വപ്നത്തിൽ മാത്രം. അവളുടെ നാട്ടിൽ നിന്നും അല്പം ദൂരെയുള്ള ദേശത്ത് നിന്ന് ഒരു ഉന്നത കുടുംബത്തിലെ ഉസ്താദ് അവളെ രാവിലെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അവൻ്റെ സാമ്പത്തിക സ്ഥിതി കുടുംബമഹിമയും കണ്ടിട്ട് ഇഷ്ടമായി. തലയെക്കെട്ടും വാലും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന തനി ഉസ്താദ് ജംഷിക്ക് ആളെ കണ്ടിട്ട് പിടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. സുന്ദരനാണ്. പക്ഷേ പഴയ തറവാട്ടുകാരൊക്കെ ആകുമ്പോൾ യാഥാസ്ഥിതികമായ സമ്പ്രദായ ജീവിതമൊക്കെ ആലോചിച്ചപ്പോൾ അവൾക്ക് ഭയമായി. ഒരു ഫ്രീ ബേഡായി തൻ്റെ ഉള്ളിലുള്ള പങ്കാളിയൊത്ത് പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന അവളിലെ മോഹങ്ങൾക്ക് ഉസ്താദ് പെണ്ണ് കാണാൻ വന്നതോടുകൂടി വിഘാതമായി ആ ഓർമ്മകൾ വന്നു. അതാലോചിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അയാളെ കല്യാണം കഴിച്ചാൽ അയാളൊത്തുള്ള ജീവിതത്തിൻ്റെ അനന്തരഫലം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവൾക്ക് സ്വപ്നത്തിൽ കണ്ടത്. വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ചു കിടന്നു. പിന്നീട് ഉസ്താദ് സ്വപ്നത്തിൽ വന്നില്ല. പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി കോളേജിൽ പോകുന്ന മകളെ നോക്കി റഷീദ് ചോദിച്ചു. എക്സാമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ക്ലാസ് ഉണ്ടോ?
ഉപ്പ, ഇന്നാണ് യൂണിവേഴ്സിറ്റി അതോറിറ്റിയിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആക്കുന്ന ദിവസം. പോയില്ലെങ്കിൽ പിന്നെ കുറേ പാടുപെടും റീകളക്ട് ചെയ്യാൻ. ശരി, പോയിട്ട് വാ. സർട്ടിഫിക്കറ്റിനായി അവൾ പോകവേ ബസ്സിൽ അവളിരിക്കുന്ന സീറ്റിൻ്റെ പിറകിൽ നിന്നും ഒരു വിളി. അവൾ തിരിഞ്ഞു നോക്കി. സുഹൈൽ മുഹമ്മദ്, അവളുടെ കോളേജ് സുഹൃത്താണ്. സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ. നീല കണ്ണുള്ള അവൻ്റെ ചിരിയും ആ കട്ടത്താടിയൊക്കെ അവൾക്കിഷ്ടമാണ്. അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം 1000 പൗർണമി പോലെ തിളങ്ങി. നിന്റെ വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്നും കയറുന്നത് കാണാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു നീ ബൈക്കിന് പോയിന്ന്. സീറ്റിലിരിക്കുന്ന ജംഷിദ പിറകിൽ സീറ്റിലിരിക്കുന്ന സുഹൈലിനെ തിരിഞ്ഞു നോക്കി. ആണോ? ഞാനൊരാവശ്യത്തിന് തൊട്ടപ്പുറത്ത് സ്റ്റോപ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്നാ കയറിയത്. ഇതെന്താ കയ്യിൽ വലിയ ബാഗൊക്കെ? എവിടെയോ പോകുന്നത്? നീ യൂണിവേഴ്സിറ്റിയിൽ വരുന്നില്ലേ? യൂണിവേഴ്സിറ്റി വന്നിട്ട് എന്തിനാ? കുറേ വിഷയത്തിന് ബിലോ ഗ്രേഡ് അല്ലേ? കാര്യമുണ്ടോ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട്? ഈ ബാഗ് ഇതെൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്. ജോലിയൊക്കെ കിട്ടിയോ നിനക്ക്? വല്ലാത്ത ക്ഷീണിച്ചിരിക്കുന്നല്ലോ. എന്തുപറ്റി? ജോലിയൊന്നും കിട്ടിയില്ലടി ജംഷി. ഒരു ചെറിയ ബിസിനസ്, ഒത്തിരി അധ്വാനമാണ്. ആട്ടെ, നീ എന്താടാ ഫോൺ എടുക്കാതിരുന്നത്? ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു? ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ബാപ്പയെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ മെഡിക്കൽ കോളേജ് വരെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബൈക്കിലായിരുന്നു. ബാപ്പാനെ കൊണ്ടുവരുമ്പോൾ ഫോണിലെ ചങ്ങാതിമാരുടെ ഒരുപാട് മെസ്സേജുകളും കോളുകളും വന്നു. ഡ്രൈവിങ്ങിൽ ഡിസ്റ്റർബ് ആവണ്ട എന്ന് വിചാരിച്ച് ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. ചിലപ്പോൾ ആ സമയത്തൊക്കെ ആയിരിക്കും നീ വിളിച്ചത്. എന്താ കാര്യം? അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉരുണ്ടവളുടെ സീറ്റിൻ്റെ പിറകിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൈകളിലേക്ക് ഒഴുകി വീണു. എന്താ ജംഷി, എന്തിനാ കരയുന്നേ? എടാ സുഹൈലെ, ഉപ്പ എൻ്റെ കല്യാണം ഉറപ്പിക്കുകയാണ്. ഇത്ര പെട്ടെന്നോ? ആടാ, ഏതോ ഒരു വലിയ തറവാട്ടിലുള്ള ഉസ്താദ് ഇന്നലെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ആ സമയം ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് എന്തിനാ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആഹാ, അപ്പം നിനക്ക് എന്നോടൊന്നും ഇല്ലേ? ഉള്ളതൊക്കെ ഉള്ളിൽ അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ എന്തുണ്ടായിട്ട് കാര്യം? ശരിക്കും ഒരു ജോലിയും കൂലിയും ആയിട്ടില്ല. അസുഖമുള്ള ബാപ്പ, ഉമ്മയും പെങ്ങന്മാർ രണ്ടാളും കെട്ടിക്കാറായി കിടക്കുകയാണ്. നമ്മുടെ മോഹങ്ങളൊക്കെ മുരടിച്ചു പോവുകയുള്ളൂ ജംഷി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും സുഹൈൽ? മൂത്തുപ്പ വഴി ഗൾഫിൽ പോകാനൊരു ഓഫറുണ്ട്. എന്നാലും വിസയ്ക്കുള്ള കാശ് റെഡിയാക്കണം. അവിടെ ചെന്നിട്ട് ജോലിക്ക് അന്വേഷിച്ചിട്ട് കിട്ടി 1-2 വർഷമെങ്കിലും കഴിയാതെ പച്ച പിടിക്കൂ. അതുവരെ കാത്തിരിക്കാൻ നീ തയ്യാറാണോ ജംഷി? നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് സുഹു. ആ വന്ന പഹയൻ ഉസ്താദിന് പെട്ടെന്ന് കല്യാണം വേണം. അതാ എനിക്ക് പേടി. നമുക്കൊരു നീക്കവും നടത്തുന്നതിന് മുമ്പ് ഉപ്പ അയാളെ എൻ്റെ തലയിൽ വെക്കുമോ എന്നാ പേടി. പറ്റുമെങ്കിൽ നീ പിടിച്ചേക്ക്. മറ്റ് നിർവാഹമില്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് പോലെ കല്യാണം കഴിഞ്ഞ് അങ്ങേരുടെ കൂടെ പൊയ്ക്കോ. അത് കേട്ടതോടുകൂടി അവളുടെ ദുഃഖം ഒന്നുകൂടി വർദ്ധിച്ചു. നീ കരയാതെ, ആൾക്കാർ കാണുന്നു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. MSc പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവൾ വീട്ടിലേക്ക് വന്നു. അന്ന് വൈകിട്ടത്തെ TV ന്യൂസ് കണ്ട ജംഷിദ ശരിക്കും ഞെട്ടിത്തെറിച്ചു. സുഹൈലടക്കം 4 പേർ നിരനിരയായി സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസാണ്. 4 കിലോ കഞ്ചാവും MDMAയുമായി 4 യുവാക്കളെ പൂന്തുറ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. MDMA ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി പുറം ലോകം കാണാൻ കുറേ വർഷങ്ങൾ പിടിക്കും. ജീവിതം പോയി ഈ കള്ള ഹിമാറുകളുടെ. ഉപ്പ ആ വാർത്ത കേട്ട് പ്രതികളായ ആ യുവാക്കളെ നോക്കി പറഞ്ഞു. ഉപ്പയ്ക്ക് അറിയില്ലല്ലോ തൻ്റെ കാമുകനാണ് അതിലെ ഒരു യുവാവ് എന്ന്. അവൾ കണ്ണീരണിഞ്ഞു. ആ വാർത്ത കൂടുതൽ കേൾക്കാനാവാതെ അവൾ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും കൂട്ടുകാരി സഫ്നയുടെ ഫോൺ വന്നു. എടീ, നീ അറിഞ്ഞോ? നിന്റെ സുഹൈൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അറിഞ്ഞു സഫ്ന. എടി, ഇന്ന് രാവിലെ ഞാൻ അവനെ കണ്ടതായിരുന്നു ബസ്സിൽ വെച്ച്. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. എടി, അത് മാത്രമല്ല, ഇപ്പോൾ കുറേ നാളായി സുഹൈൽ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ടൗണിലെ ഒരു ഫുട്പാത്തിൽ ഉച്ചയ്ക്ക് 12 മണി വരെ കിടന്നുറങ്ങിയവരുടെ കൂട്ടത്തിൽ സുഹൈലിനെ കണ്ടവരുണ്ട്. ഇത് അടിച്ചു കിറങ്ങി കണ്ട ക്ലബിലെ പാർട്ടിക്കൊക്കെ പോയിട്ട് വന്ന് കിടന്നതാത്രേ. സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന ഇവർ ഇതടിച്ച് ഒരു ബോധവും ഇല്ലാതെ ദിവസങ്ങളോളം കിടന്നുറങ്ങും അത്രേ. എൻ്റെ അല്ലോ, ഞാൻ എന്തായി കേൾക്കണേ? സൂക്ഷിക്കണം കേട്ടോ ജംഷി. നിനക്കും ചിലപ്പോൾ കോഫിയിലോ ഐസ്ക്രീമിലോ ഇട്ട് തന്നാൽ നീയും അടിമയാകും. അയ്യോ, ഞാനിനി അവൻ്റെ കൂടെ കൂടില്ല. ബസ്സിൽ കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പഴയ സുഹൈലല്ല അവനിപ്പോൾ. ശരി, ടെൻഷനാക്കണ്ട, ഞാൻ ഫോൺ വയ്ക്കുകയാണ്. എടി സഫ്ന, വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ. എടി, എന്നെ പെണ്ണ് കാണാൻ ഇന്നലെ ഒരാൾ വീട്ടിൽ വന്നിരുന്നു. ഒരു മദ്രസ ഉസ്താദാണ്. ഉപ്പ നേരിട്ട് കൊണ്ടുവന്നതാണ്. അല്ലോ, വേറെ ആരെയും കിട്ടിയില്ല നിൻ്റെ ഉപ്പാക്ക്? അത് തന്നെ എൻ്റെ സങ്കടം. ഏതായാലും സുഹൈലിൻ്റെ കാര്യം പോക്കായി. എന്നാൽ പിന്നെ നിനക്കേതെങ്കിലും നല്ല ആലോചന വന്നാൽ
സമ്മതിച്ചുകൊണ്ട് വല്ലയിടത്തും പോയി ജീവിച്ചുകൂടെ സമയം കളയാതെ? നോക്കട്ടെ, ശരി, ഞാൻ വെക്കാണ്. ജംഷിദ ഫോൺ വെച്ചു. സുഹൈലിന് ജാമ്യമൊന്നും കിട്ടിയില്ല. റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. ജംഷിദ ആ ഉസ്താദിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. അതറിഞ്ഞ് ഉപ്പയ്ക്കും സന്തോഷമായി. പിന്നെ എടുപിടി എന്നായി സംഭവം. റഷീദ് ഗംഭീരമായി തന്നെ മകൾ ജംഷിദയുടെ നിക്കാഹ് നടത്തി. കാര്യങ്ങൾ അവൾ സ്വപ്നം കണ്ടതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല. ഉസ്താദ് ജമാൽ വളരെ നല്ല ഒരു പയ്യനായിരുന്നു. വളരെ നല്ല കുടുംബക്കാരാണ് ഉസ്താദ് ജമാലിൻ്റേത്. യാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ആ വീട്ടിൽ കണ്ടില്ല. എഞ്ചിനീയറും ഡോക്ടറും അധ്യാപകരും നിറയെ ബന്ധുക്കളും ആയിട്ടുണ്ട്. ജമാൽ ഉസ്താദാണെങ്കിലും അറബി ലിറ്ററേച്ചറിൽ ഡബിൾ എംഫിലാണ്. കോളേജിൽ മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടും കുഞ്ഞു കുട്ടികളെ അവൻ ടീച്ച് ചെയ്യുന്നത് നല്ല സംസ്കാരവും മര്യാദകളും ചെറുപ്പത്തിലെ ബാല്യങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മാന്യമായ സൗഹൃദ വലയമാണ് അവൻ്റേത്. നിക്കാഹിന് ശേഷം കുറച്ച് ദിവസത്തിനു ശേഷം ഉപ്പയും ഉമ്മയും മകളെ കാണാൻ ഭർതൃഗ്രഹത്തിൽ വന്നു. സൽക്കാരവും വിരുന്നും ഒക്കെ കഴിഞ്ഞു പോകാൻ നേരം ജംഷിദ ഉപ്പയോട് പറഞ്ഞു, ഞാൻ വായിക്കുന്ന കിതാബ് കൊടുത്തയക്കണേ. ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്തിനാ ജംഷി? വീട്ടിൽ വെച്ച് സ്ഥിരമായി വായിക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ആണോ? നല്ലത്. ഉപ്പ, ഉമ്മ, ജംഷിദ, പിന്നെ ഞാനൊരു ഹാഫിസാണ്. എൻ്റെ ഉള്ളിലാണ് ആ കിതാബ്. അള്ളോ, സത്യമാണോ? ഉപ്പ റഷീദ് അത്ഭുതം കൂറി. എൻ്റെ മോൻ ജീവിക്കുന്ന ഖുർആന. അത് കേട്ട് ജംഷിദ ഓടിച്ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉസ്താദ് ജമാലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇയാളെ വിവാഹം കഴിക്കാനാണല്ലോ ഞാൻ വെറുപ്പ് പ്രകടിപ്പിച്ചത്. എന്നോട് പൊറുത്താലും പടച്ചോനെ. അത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.